ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ട് കാണും ChatGPT എന്നൊരു സംഭവത്തിനെ പറ്റി. പലയിടത്തു നിന്നായിട്ട് കേട്ട് കാണും. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീൽസിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ChatGPT എന്ന് പറയുന്നത്. ChatGPT ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാം, ChatGPT എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. എന്നാൽ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ChatGPT എന്ന് പറയുന്നത് ഒരു ചാറ്റ് ബോട്ടാണ്. OpenAI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. 2022 നവംബർ 30 ഈ ഒരു സാധനം ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ഒരു സാധനത്തിൽ ഒരുപാട് സൈനപ്പ് വന്നു. ഏകദേശം 5 ദിവസം കൊണ്ട് തന്നെ 10 ലക്ഷം പേരാണ് ഇതിൽ സൈനപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ വെബ്സൈറ്റ് ഹാങ് ആവാറുണ്ട്. കാരണം അത്രമാത്രം ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സെർവർ ഡൗൺ ആവാറുണ്ട്. ഇന്നലെ രാത്രി കൂടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഡെമോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്തും അത് ഹാങ് ആയിരുന്നു, സൈറ്റ് ഹാങ് ആയിരുന്നു. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ നോക്കിയപ്പോഴും അത് ഹാങ് ആയിരുന്നു. അപ്പം ആ രീതിയിൽ ഇത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സർവീസ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, ഒരു സാധനത്തിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, നേരെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നമുക്ക് കുറേ റിസൾട്ട് തരും. ആ റിസൾട്ട് എല്ലാം നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മളൊരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കും. സപ്പോസ് നമുക്കൊരു അസൈൻമെൻറ്റ് എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തത് ഗൂഗിളിൽ പോയിട്ട് ആ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യും. ടോപ്പിക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ടോപ്പിക്കുള്ള വെബ്സൈറ്റ് മൊത്തം ഗൂഗിൾ നമുക്ക് തരും. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള അസൈൻമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഈ പണി ChatGPT വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അതായത് ChatGPT പോയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് ടോപ്പിക്ക് അടിച്ചു കൊടുത്താൽ മതി. ChatGPT പോയിട്ട് 10 മുതൽ 100 വരെ വെബ്സൈറ്റുകളിൽ അത് തേടിയിട്ട് ഒരു അസൈൻമെൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ട് തരും. അതായത് നിങ്ങളുടെ പണി ChatGPT സിമ്പിളായിട്ട് ചെയ്തു തരും. അതാണ് ChatGPT ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ അസൈൻമെൻറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് എന്തും 2021 വരെയുള്ള എന്ത് ഡേറ്റാസും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT നിന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് ഉള്ളൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ChatGPT ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT നമുക്ക് ബ്ലോഗുകൾ എഴുതിയെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ടോപ്പിക് കൊടുത്താൽ മതി, അതൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് തരും. ആ ബ്ലോഗ് നമുക്ക് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാം. വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ട് ആഡ്സെൻസിൻ്റെ ഒരു റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആഡ്സെൻസ് റവന്യൂ ബ്ലോഗിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ കോപ്പി റൈറ്റഡ് ആയിരിക്കണം. അതായത് കോപ്പി റൈറ്റുള്ള കണ്ടൻസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് എഴുതുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ChatGPTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരുന്ന ആ ഒരു സാധനം എന്ന് പറയുന്നത് ഒറിജിനൽ ആയിരിക്കും. അത് ഡ്യൂപ്ലിക്കേറ്റഡ് കണ്ടൻറ് ആയിരിക്കത്തില്ല. ആ കണ്ടൻറ് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തുമില്ല, അവിടുന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വരുന്ന കണ്ടൻറ് ആയിരിക്കത്തില്ല വേറൊരാൾക്ക് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആ കണ്ടൻറ് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ റീജനറേറ്റ് റെസ്പോൺസ് എന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കണ്ടൻറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ബ്ലോഗിൽ എഴുതാൻ പറ്റും ഇത് ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ കണ്ടൻറ് റൈറ്റിംഗ് നിങ്ങൾക്ക് ഈ ChatGPT ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ വെബ് ഡിസൈനിങ് നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോഡിങ് നിങ്ങൾക്ക് ഈ ChatGPT ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇമേജ് നിങ്ങൾക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു സാധനത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പം ChatGPT കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ChatGPTയെ പറ്റി ഇപ്പം നമ്മുടെ ടെക് ലോകത്ത് നടക്കുന്ന കുറച്ച് പരിപാടികൾ. അപ്പോൾ ഇനി അതിനൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ക്രോമിൽ വന്നിട്ട് ChatGPT എന്ന് സെർച്ച് ചെയ്യാം. അപ്പം മുകളിലായിട്ട് chat.openai.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ആ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു സൈനപ്പ് ഓപ്ഷൻ വരും. അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ChatGPTയുടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് ഇവിടെ. എവർഗ്രീൻ ടെക് യൂട്യൂബ് ഐഡിയാസ്, ടെക് യൂട്യൂബ് ചാനൽ ഐഡിയാസ് എന്നൊക്കെ, ഫ്രീ ഇൻസ്റ്റാഗ്രാം ഇംഗ്ലീഷ്, റീൽ ഹാഷ്ടാഗ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയാണ് നമ്മൾ ചാറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അസൈൻമെൻറ്റ് എഴുതിപ്പിക്കാം. സോ അസൈൻമെൻറ്റ് എബൌട്ട് ഗാന്ധിജി എന്ന് കൊടുക്കാം നമുക്ക്, ഗാന്ധിജി. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ അവർ ഓരോരോ വേർഡായിട്ട് എഴുതി തരുന്നത് കാണാൻ പറ്റും.
അപ്പം ഇത്രയും സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് കണ്ടല്ലോ, ഈ എഴുതി വന്നേക്കുന്ന സാധനം എന്ന് പറയുന്നത് പ്യുവർലി ChatGPT എഴുതി വെച്ചേക്കുന്നതാണ്. ഒരിടത്തൊന്നും കോപ്പി അടിച്ചുകൊണ്ട് വന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ പ്ലഗേരിസം ഒന്നും അടിച്ചു തരത്തൊന്നുമില്ല. അപ്പോൾ ഇത് എഴുതുന്നത് നിർത്തുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തത് നോക്കാം. അടുത്തൊരു കോഡ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സോ പൈത്തൺ കോഡ് ഫോർ കാൽക്കുലേറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, സോ അതായത് ഇവിടെ കാണാൻ പറ്റും, ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിമ്പിൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം റിട്ടൺ ഇൻ പൈത്തൺ. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം പൈത്തണിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ChatGPT എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കൊരു കോഡായി. ഇതേപോലെ നിങ്ങൾക്ക് പല പല സംഭവങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ ഇത് ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. മാക്സിമം യൂസ് ചെയ്യുക ഇത് പെയ്ഡ് ആകുന്നതിന് മുമ്പായിട്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ChatGPT പറ്റി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.